എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Courage, generosity, sustenance, nurture, inner knowing, അതേപോലെ തന്നെ ഇന്നസെൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ എല്ലാ കാര്യത്തിലും പൊതുവെ കുറച്ച് സാഹസികതയും അസാമാന്യ ധൈര്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ധൈര്യം പ്രകടിപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യം തന്നെ. എന്നിരുന്നാലും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും കയറി ആ ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് എടുത്ത് പറയട്ടെ. എല്ലാത്തിലും കയറി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മാസത്തിലൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുന്ന വ്യക്തി ആരാണെന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യാം. അപ്പോൾ അതായത് സമയവും കാലവും സാഹചര്യവും വ്യക്തികളെയും നോക്കി പ്രതികരിക്കാം. അതിനർത്ഥം നിങ്ങൾ പ്രതികരിക്കേണ്ട എന്നുള്ളത് ഒതുങ്ങിപ്പോകണം എന്നുള്ളതല്ല. വാക്കുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ അനാവശ്യം ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു കാര്യത്തെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രതികരിക്കാം. അത് നമ്മളുടെ ആ ഒരു സമയത്ത് ഔചിത്യം പോലെ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതികരിക്കേണ്ട സാഹചര്യത്തിൽ വാക്കുകൾ വ്യക്തമായിട്ടുള്ള സഭ്യമായിട്ടുള്ള വാക്കുകൾ പറയാവുന്നതാണ്. അതിലൂടെ പ്രതികരിക്കാം സാഹചര്യത്തിനനുസരിച്ചിട്ട്. പിന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രതികരിക്കുന്നത് ആ വ്യക്തി ഒരു പക്ഷേ അത് ക്ഷമിക്കാൻ തയ്യാറായി പോലും നിങ്ങൾ ക്ഷമിക്കാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒത്തുതീർപ്പിലേക്ക് വന്നാൽ അവർ തമ്മിൽ ചേർന്നിട്ടൊരു ഒത്തുതീർപ്പിലാവാം, നിങ്ങളായിരിക്കും പിന്നെ പുറത്തുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാസം അത് കുറച്ച് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് അവർ തമ്മിൽ ഒരുമിച്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ആ മറ്റു വ്യക്തിയുടെ ശത്രുവായിട്ട് മാറുന്നത്. അത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നും കൂടി എടുത്ത് പറയുന്നു. അതേപോലെ തന്നെ വളരെയധികം പലരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വാക്കുകൾ നിയന്ത്രിക്കുക കുടുംബ അന്തരീക്ഷത്തിൽ. കാരണം ഈ ഒരു നിങ്ങൾക്ക് എന്തിലും കയറി ആവശ്യത്തിൽ കവിഞ്ഞ് സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ, നമ്മൾ അധികം സംസാരിക്കാത്തവർ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അധികം സംസാരിക്കുമ്പോഴാണ് നമ്മൾ വായിൽ പലതും വരുന്നതെല്ലാം സംസാരം തീർന്നു പോവുക. സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ സംസാരം തീരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് സംസാരം പൊതുവെ നിയന്ത്രിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു മാസം വളരെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കും, അതിനനുസരിച്ച് എന്തെങ്കിലും പറയും, പക്ഷെ എല്ലാവരും അത് ക്ഷമിച്ചൊന്നും വരില്ല. അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങൾ, സ്നേഹവും സഹാനുഭൂതിയും കാരുണ്യവും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പിന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരെയും സഹായിച്ചതിൻ്റെ ഒരു പ്രത്യുപകാരം, അതായത് ആ ഒരു വ്യക്തി ഇന്ന വ്യക്തിയെ സഹായിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല, ആ ഒരു കോസ്മോസ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി, ആ ഒരു നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള നല്ല ഫലം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. നിങ്ങളുടെ ആ ഒരു ജനറോസിറ്റി, നിങ്ങളുടെ ആ ഒരു കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതിലേറെയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വലിയ വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ, പൊളിറ്റിക്സിലും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കൂടി പറ്റുന്ന സമയമാണ് ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ വീണ്ടും എടുത്തു പറയുകയാണ്, 2 തരത്തിലുള്ള ഗുണങ്ങളുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും സംസാരം നിയന്ത്രിക്കുകയും ചെയ്താൽ
ഭാവിയിൽ ഈ ഒരു മാസത്തെ കാര്യം മാത്രമല്ല, ഭാവിയിലേക്ക് ഒത്തിരി പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അവസരങ്ങൾ വരുന്ന മാസമാണ്. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ജോലി എന്തെങ്കിലും നോക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു നല്ല നല്ല സംസർഗം, നല്ല സൗഹൃദങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയാം. അതേപോലെ തന്നെ കുടുംബത്തിൽ പൊതുവേ അനാവശ്യമായിട്ടുള്ള ചിലവൊന്നും ചെയ്യുന്ന സമയമല്ല. കാരണം നിങ്ങൾ പൊതുവേ ലക്ഷറി, അതായത് വലിയ വലിയ ആഡംബരം കാണിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി അനാവശ്യമായിട്ട് പൈസ ചിലവാക്കാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് കാണിക്കുന്നില്ല. അഥവാ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭക്ഷണ കാര്യത്തിലായിരിക്കും. അതായത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതിനേക്കാൾ മറ്റുള്ളവരെ കഴിപ്പിക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പുതിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, ആഘോഷങ്ങൾ, ഇവയ്ക്കൊക്കെയാണ് നിങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്ന തരത്തിലുള്ള, അപ്പോൾ ഫാമിലിയിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരെ കഴിപ്പിക്കുക, അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. അത് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് ഒത്തിരി വിഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കും പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പല പല ഭക്ഷണങ്ങൾ രുചിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണാൻ പറ്റുന്ന സമയമുണ്ട്. ചില ആളുകൾക്കാണ്, ഇതെല്ലാവരിലുമല്ല, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത കാഴ്ച ചില ആളുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർത്തേൺ ലൈറ്റ്സ്, അരോറ ബോറിയാലിസ്, ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ അത് കാണാനുള്ള അവസരം ഉണ്ടാവും. ഏതെങ്കിലും ഒരു നോർത്തേൺ ഭാഗത്തേക്ക് ഡിസംബറിൽ പോകുന്നവരെ സംബന്ധിച്ച് അതിനുള്ളൊരു അവസരം കാണിക്കുന്നുണ്ട്. അല്ലാത്ത ചില സിറ്റുവേഷനിൽ ചില ആളുകളിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത അതൊക്കെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്ന് പറയാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് വലിയ ശ്രദ്ധയും കൊടുക്കുന്നില്ല. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പൊതുവേ വിദ്യാഭ്യാസ കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, യാത്രകൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് യാത്ര പോവുക, സൗഹൃദങ്ങളിലൂടെ ഒത്തിരി സന്തോഷം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും കൂടുതലായിട്ട്. കുടുംബത്തിൽ അധികം സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗഹൃദങ്ങളിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിനും കുറച്ച് സമയം ബാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ചർച്ചയും കാര്യങ്ങളും ഉണ്ടാവാം. കാരണം തീരെ കുടുംബമായിട്ട് സമയം ചെലവഴിക്കാത്തവരാണെങ്കിൽ കുറച്ച് സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. ഈ ഒരു മാസം ചില ആളുകളെ സംബന്ധിച്ച് ചില യാത്രകൾ വളരെ വലിയൊരു വഴിത്തിരിവായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ. അതായത് നിങ്ങളുടെ നിയോഗം എന്തെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയമാവാം. യാത്രകളിലൂടെ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്ന, അതായത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. പുതിയ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ ഇതാണ് എൻ്റെ സ്വപ്നം, ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലിയാണ് എന്നൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുള്ള ആളുകൾ ഈ ഒരു യാത്രയിലൂടെ, ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു യാത്രയിലൂടെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു നിയോഗം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ശരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണകൾ മാറുന്നുണ്ട്. അതായത് എൻ്റെ സ്വപ്നം ഇതാണ്, ഇതുവരെ ചിന്തിച്ചിരുന്ന ദിസ് ഈസ് മൈ ഡ്രീം അല്ലെങ്കിൽ ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്ന കാര്യമല്ല ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എയിം ആകാൻ പോകുന്നത്. അതിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളിലും പുതിയ കാര്യങ്ങൾ നേടുക, പഠിക്കുക, മനസ്സിലാക്കുക, യാത്രകൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ, ഇതൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ നിങ്ങൾ നല്ലൊരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തികളിൽ നിന്നാകാം. അപ്പോൾ ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് പാരൻസ് ചിലപ്പോൾ എന്തെങ്കിലും ബൈക്കോ കാറോ അതേപോലെ വാങ്ങിച്ചു തരുന്നതാവാം. അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ
നല്ല വിലപിടിപ്പുള്ളൊരു സമ്മാനം സൗഹൃദം വഴി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ മറ്റായിരിക്കാം. മറ്റു ചിലവർക്ക് പ്രൈസ്ലെസ് ആയിട്ടുള്ള വിലമതിക്കാനാവാത്ത നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും അവരിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.